നമസ്കാരം. PK മീഡിയയുടെ സ്റ്റോറീസ് ചാനലിലെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. യൂട്യൂബ് ബ്രൂട്ടസ് അഥവാ ബ്രൂട്ടസെ നീയും എന്നത് ഒരു ഭാഷാ ശൈലി പ്രയോഗമാണ്. അതിൻ്റെ കഥ നമുക്ക് നോക്കാം. വില്യം ഷേക്സ്പിയർ എഴുതിയ ഒരു ദുരന്ത നാടകമാണ് ജൂലിയസ് സീസർ. ഈ നാടകത്തിൽ ജൂലിയസ് സീസർ എന്ന റോമൻ ഏകാധിപതിക്കെതിരെ നടന്ന ഗൂഢാലോചനയും അദ്ദേഹത്തിൻ്റെ കൊലപാതകവും അതിൻ്റെ അനന്തരഫലങ്ങളും പ്രതിപാദിച്ചിരിക്കുന്നു. റോമൻ ചരിത്രത്തെ ആസ്പദമാക്കി ഷേക്സ്പിയർ എഴുതിയ അനേകം നാടകങ്ങളിൽ ഒന്നാണ് ഇത്. നാടകത്തിൻ്റെ പേര് ജൂലിയസ് സീസർ എന്നാണെങ്കിലും മാർക്ക് ബ്രൂട്ടസ് ആണ് നാടകത്തിലെ കേന്ദ്ര കഥാപാത്രം. BC 44 മാർച്ച് 15 റോമൻ സെനറ്റർമാർ ജൂലിയസ് സീസറിനെ ആക്രമിക്കുന്നു. സീസർ അവരെ എതിർക്കാൻ ശ്രമിക്കുന്നു. സീസറിൻ്റെ ആത്മമിത്രവും സന്തത സഹചാരിയും മനസാക്ഷി സൂക്ഷിപ്പുകാരനും മകന് തുല്യനുമായിരുന്ന ബ്രൂട്ടസിനെ ഗൂഢാലോചനക്കാർ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നു. ബ്രൂട്ടസ് ഗൂഢാലോചനക്കാർക്കൊപ്പം ചേരുകയും സീസറിനെ വധിക്കുന്നതിൽ പങ്കാളിയാവുകയും ചെയ്യുന്നു. കഠാര കൊണ്ടുള്ള കുത്തേറ്റ് പിടഞ്ഞു വീണ സീസർ കഷ്ടപ്പെട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ടത് തന്നെ ആക്രമിക്കുന്നവരുടെ കൂട്ടത്തിൽ മുൻനിരയിൽ നിൽക്കുന്ന തൻ്റെ ഏറ്റവും വിശ്വസ്തനായ ബ്രൂട്ടസിനെയാണ്. അവിശ്വസനീയമായ ആ കാഴ്ച കണ്ടപ്പോൾ മനസ്സും ശരീരവും വേദനിച്ചുകൊണ്ട് സീസറിൽ നിന്നും പ്രസിദ്ധമായ ആ വാക്കുകൾ പുറത്തു വന്നു: യൂട്യൂബ് ബ്രൂട്ടസ്, ബ്രൂട്ടസെ നീയും. സീസറുടെ ശവസംസ്കാര ചടങ്ങിൽ മാർക്ക് ആൻ്റണി നടത്തിയ പ്രഭാഷണത്തിൻ്റെ ഫലമായി നാട്ടുകാർ ഗൂഢാലോചനക്കാർക്കെതിരായി തിരിയുകയും ബ്രൂട്ടസ് ഉൾപ്പെടെയുള്ള ഗൂഢാലോചനക്കാരെ വധിക്കുകയും ചെയ്യുന്നു. സീസർ ഹൃദയവേദനയോടെ ചോദിച്ച ആ ചോദ്യം നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും ലോകം ആവർത്തിക്കുന്നു: ബ്രൂട്ടസെ നീയും. ചതിയുടെയും വഞ്ചനയുടെയും പ്രതീകമായി ആ വാക്കുകൾ ലോകമെങ്ങും അറിയപ്പെടുന്നു. എപ്പോഴും കൂടെ നിൽക്കുന്ന ഒരാൾ ഒരു നിർണായക നിമിഷത്തിൽ തിരിഞ്ഞു നിന്ന് ദ്രോഹിക്കുമ്പോഴാണ് ഈ ശൈലീപ്രയോഗം നടത്താറുള്ളത്. ഈ കഥ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എന്നെ ശ്രവിച്ച നിങ്ങൾക്ക് നന്ദി. നല്ല നമസ്കാരം.